ഗൈസ്, അപ്പം നമ്മൾ ഒരു സാധനം എടുക്കാൻ പോവുകയാണ്. മമ്മയും കൂടെ ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഇരുമ്പാമ്പുളി. അന്നത്തെ ചിലർ ഓർക്കാപ്പുളി എന്നൊക്കെ പറയും. അപ്പം നമ്മുടെ തറവാട് വീടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം, ഒരു 10 മിനിറ്റ് അല്ല, ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരത്തിലാണ് നമ്മുടെ തറവാട് വീടുള്ളത്. പക്ഷെ അവിടെ ആരും താമസിക്കുന്നില്ല. അപ്പോൾ അവിടെ നല്ല ഭംഗിയാണ് കാണാൻ. അവിടുത്തെ വീടൊക്കെ പൊളിഞ്ഞ് ചാടിയിട്ടോ, കാരണം പഴയ വീടാണ്. അപ്പോൾ അവിടുത്തെ ഓർമ്മകളൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ നടന്ന് അവിടെ എത്തി. അപ്പോൾ ഇതാണ് ഗൈസ് ആ ഇരുമ്പാമ്പുളിയുടെ മരം. ഇതിൻ്റെ മുകളിൽ ഇതാ കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട്. പണ്ട് ഈ മരത്തിൽ ഒരുപാട് തുരുതുരാ ഇരുമ്പാമ്പുളി ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം എന്താണെന്നറിയില്ല, അങ്ങനെ ഒരുപാടൊന്നും ഉണ്ടാവാറില്ല. പക്ഷെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് പൊട്ടിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. ഇതിങ്ങനെ വെറുതെ പച്ചയ്ക്ക് കടിച്ച് തിന്നുന്ന പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ നമ്മൾ ഇരുമ്പാമ്പുളിയൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ് താഴത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത് കേട്ടോ. ഇതെന്താന്ന് വെച്ചാൽ ആ റോസ് കളറുള്ള ഒരു ഫ്ലവറാണെന്ന് തോന്നുന്നു. പക്ഷെ അതിൻ്റെ ആ ചെടി മാങ്ങ ഇഞ്ചിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് അത് അച്ചാറൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ. അപ്പം അമ്മയാണ് പറഞ്ഞത് ഇത് മാങ്ങ ഇഞ്ചി ആണെന്നുള്ളത്. അതിൻ്റെ ലീഫ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഈ ഒരു ഏലമൊക്കെ ഇല്ലേ, അതേപോലെയൊക്കെ കാണാം കേട്ടോ. അപ്പം നമ്മുടെ ഇരുമ്പാമ്പുളി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു നനഞ്ഞ വെള്ളം ഞാൻ കവർ കഴിഞ്ഞു. ടേസ്റ്റ് ചെയ്തോ? സോ ഇത് എന്താ പറയുക, ശരിക്കും പറയുകയാണെങ്കിൽ ഉപ്പിലിട്ട് വെച്ചാൽ നല്ല അടിപൊളി. ഇതിങ്ങനെ കഴിക്കാൻ ഭയങ്കര പണിയാണ്. ഉപ്പിലിട്ടിട്ട് ഒരാഴ്ചയൊക്കെ ഉപ്പിലിട്ടിട്ട് കഴിച്ചാൽ അടിപൊളിയാണ്. പിന്നെ ജാമൊക്കെ ഉണ്ടാക്കാം, അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളുണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ കുറച്ചേ പൊട്ടിച്ചിട്ടുള്ളൂ. അതിൻ്റെ മുകളിലാണൊക്കെ, വേറൊരു ദിവസം പൊട്ടിക്കാം. പിന്നെ എൻ്റെ കൂടെ ഇവിടുത്തെ പിള്ളേരൊന്നും ഇവിടെ ഒന്നും കാണാനില്ല. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് കുറേ പിള്ളേരൊക്കെ ഉണ്ട്. അവരൊക്കെ കൂട്ടി പോവുകയാണെങ്കിൽ അതിൻ്റെ മുകളിലൊക്കെ പോയി പൊട്ടിക്കായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ഈ ഒരു ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വ്ളോഗ് ഞാൻ എടുത്തത്. കണ്ടോ, ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്താ ഇത്രയും കിട്ടിയിട്ടുണ്ട്. രസമാണ് ഗൈസ്. ഇങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു പണിയില്ലെങ്കിൽ അങ്ങനെയൊക്കെ ഓരോന്ന് പോയി കാട്ടിലൂടെ പോയി പറിച്ചുകൊണ്ട് വരും ഞാൻ. നല്ല രസമാണ്. പിന്നെ അവിടെ വേറെ എന്തൊക്കെയോ ചെടികളും കായകളും പഴങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ബൈ.